നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു പോവും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ള പലരും ആഗ്രഹിക്കുന്ന ഒരു സുന്ദരമായ ജീവിതത്തിലൂടെയാണ് നമ്മളിപ്പോഴും കടന്നു പോകുന്നത് എന്നതാണ്. ആർക്കാണ് പ്രയാസങ്ങളില്ലാത്തത്? എപ്പോഴും നമുക്ക് സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ എന്താണോ നിങ്ങൾക്കുള്ളത് അതിൽ നിങ്ങൾ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മുടെ സമാധാനം കിടക്കുന്നത് നമുക്കുള്ളത് കൊണ്ട് ജീവിക്കുന്നതിലാണ്. മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും കണ്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ടും വ്യാകുലപ്പെട്ടിട്ടും യാതൊരു കാര്യവുമില്ല. ചിലപ്പോൾ പടച്ചവൻ അവർക്കതൊരു പരീക്ഷണത്തിനായിരിക്കും എല്ലാം കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുക. ഇന്ന് നിങ്ങൾ വേദനയില്ലാതെയാണ് എണീച്ചതെങ്കിൽ അതുതന്നെയാണ് ആ ദിവസത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സുന്ദരമായ നിമിഷങ്ങളൊക്കെയും നമ്മുടെ മനസ്സിൽ നിന്നും ഒതിച്ചുയരുന്നതാണ്. നമ്മൾ അതിലൊക്കെ സന്തോഷം കാണുന്നു എങ്കിൽ അതുതന്നെയാണ് നമ്മുടെ സമാധാനവും സംതൃപ്തിയും. ഇല്ലാത്തതിൽ പരിഭവിക്കുന്നതിന് പകരം ഉള്ളതുകൊണ്ട് നിങ്ങൾ സമ്പുഷ്ടമാക്കുക. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുനിയാവും ആഹിറവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിലൂടെ സാധ്യമാവും. നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മുടക്കാതിരിക്കുക. ദൈവങ്ങളൊക്കെയും നമ്മുടെ ആശ്വാസമാണ്. എല്ലാ വിശ്വാസങ്ങളിലും പ്രാർത്ഥന കൊണ്ട് പലതും സംഭവിക്കുന്ന മാജിക്കുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സും സമ്പുഷ്ടമാവും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും കൂടും. നിങ്ങൾ ചേർന്നിരിക്കുന്ന മനുഷ്യരെപ്പോഴും നല്ലതായിരിക്കണം. കാരണം നിങ്ങളുടെ കൂടെയുള്ളവരുടെ എനർജി കൂടെ നിങ്ങളെ ബാധിക്കുന്നതാണ്. മാക്സിമം എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരിക്കാൻ ശ്രമിക്കുക. ഓരോ പ്രയാസങ്ങളെയും തടസ്സങ്ങളെയും നിങ്ങൾ അവസരങ്ങളാക്കി മാറ്റുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു വിജയമുണ്ട്. ആ ഒരു തിരിച്ചറിവോട് കൂടി തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുക. നമ്മളൊക്കെയും ഈ ദുനിയാവിലേക്ക് വന്നത് ഓരോ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കാനാണ്. ആ അടയാളപ്പെടുത്തലുകളെ നല്ല അടയാളപ്പെടുത്തലുകളാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവണം. കൂടെയുള്ളവരെയും നമ്മെ സ്വയവും നമ്മൾ സംരക്ഷിക്കണം. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നല്ലൊരു നാളെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ.